ഹലോ ഗായ്സ്, നമ്മളപ്പോൾ ഇന്ന് ഏത്തയ്ക്ക എങ്ങനെ കുറച്ചധികം ദിവസം കേടുകൂടാണ്ട് സൂക്ഷിക്കുക എന്നുള്ള ടിപ്സാണ് നോക്കണേ. ഇവിടെയാണെന്നുണ്ടെങ്കിലും വീട്ടിൽ എപ്പോഴും ഉള്ളൊരു സാധനം കേട്ടോ ഏത്തയ്ക്ക എന്ന് പറഞ്ഞാൽ. കാരണം ആരും കുടിക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ വാങ്ങലുണ്ട്. അപ്പോൾ ഇവിടെ വേറെ ആരും അങ്ങനെ കഴിക്കാറും ഇല്ല. അപ്പോൾ നമ്മൾ ദിവസം പോയി ഓരോ ഏത്തയ്ക്ക വെച്ച് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് അധികമായിട്ടായിരിക്കും വാങ്ങി വെക്കുന്നത്. അപ്പോൾ ചുമ്മാ വെളിയിൽ വെക്കുകയാണെങ്കിൽ ഇത് പോകില്ലെന്ന് വെച്ച് ഞാൻ ന്യൂസ് പേപ്പറിൽ കവർ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ന്യൂസ് പേപ്പറിൽ കവർ ചെയ്ത് വെക്കുന്നതും അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതൊന്നും കൊള്ളില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ ഇങ്ങനെ ഗൂഗിൾ ചെയ്തപ്പോഴാണ് ഈ ഒരു ട്രിക്സ് കാണുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് അറിയാത്തവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യാമെന്ന്. ഇതിപ്പോൾ നമ്മൾ ഏത്തയ്ക്ക വാങ്ങുമ്പോൾ ഒന്നിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ അത് സെപ്പറേറ്റ് ഓരോരോ ഏത്തയ്ക്കായിട്ട് വെക്കുക. ശേഷം ഞാനൊരു റാപ്പിംഗ് റോൾ എടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ അത് വെച്ചിട്ട് റാപ്പ് ചെയ്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ആ മെഗൾ ഭാഗം നന്നായിട്ട് റാപ്പ് ചെയ്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും ഇത് പഴുക്കാണ്ടിരിക്കും, കേടായി പോകാണ്ടിരിക്കും. ഇത് അത്യാവശ്യം പഴുത്ത ഏത്തയ്ക്കായിരുന്നു കേട്ടോ. എങ്കിലും ഞാൻ വീണ്ടും അത് പഴുത്ത് ഉടഞ്ഞു പോകണ്ടെന്ന് വെച്ചിട്ടാണ് അങ്ങനെ റാപ്പ് ചെയ്ത് വെക്കുന്നത്. ഇതിപ്പോൾ റാപ്പിംഗ് റോൾ തന്നെ കൊണ്ട് കവർ ചെയ്യണമെന്നില്ല. പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചിട്ട് കവർ ചെയ്ത് ഇതുപോലെ തന്നെ കെട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നോളൂ കേട്ടോ. എത്ര ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കണമെന്നില്ല, ഫ്രിഡ്ജിന് വെളിയിൽ വെച്ചാൽ എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളൂ. നമ്മൾ ആ ഒരു മെഗൾ ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ മിക്കവർക്കും അറിയാവുന്ന ടിപ്സ് ആയിരിക്കും. എനിക്കറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.